ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഒരു ദിവസത്തെ ഫുൾ വാട്ടൈ ഈറ്റിൻ്റെ ഡേ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നേരത്തെ ഷോർട്സിലൊക്കെ ഞാൻ വാട്ടൈ ഈറ്റിൻ്റെ ഡേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ തന്നെ ഇട്ടേക്കാമെന്ന്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ആദ്യമേ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു വാട്ടൈ ഈറ്റിൻ്റെ ഡേ എടുത്താലോ എന്നൊരു ആലോചന വന്നത്. അങ്ങനെ ഞാൻ രാവിലെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ രാവിലെ ഇഡലി സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ ഇഡലിക്കുള്ള മാവൊക്കെ ഒഴിച്ച് വയ്ക്കുകയാണ്. അമ്മയ്ക്ക് രാവിലെ ജോലിക്ക് പോകണം. ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ബാക്കി ആർക്കും എങ്ങും പോകണ്ട. അച്ഛനും ജോലിയില്ല, പക്ഷേ അമ്മയ്ക്ക് രാവിലെ ജോലിക്ക് പോകണം. പിള്ളേരാരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇഡലിക്കുള്ള മാവൊക്കെ ഒഴിച്ച് വെച്ചു. അമ്മ ഓൾറെഡി സാമ്പാറിൻ്റെ കഷ്ണവും കാര്യങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി മസാലയും കാര്യമൊക്കെ ചേർക്കണം അതിൽ. ഇഡലി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ കാപ്പി ചോദിച്ചു വന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനുള്ള കാപ്പി എടുത്ത് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ കാപ്പിയാണ് ഞാൻ ആദ്യമേ കുടിച്ച കട്ടൻ കാപ്പി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയല്ല, ബ്രൂ കാപ്പി. അപ്പോൾ ബ്രൂ കാപ്പിയും കൂടെ ആറ്റി എടുത്തിട്ട് അമ്മയ്ക്കുള്ള ബ്രൂ കാപ്പി ആറാൻ എടുത്ത് വെക്കും കേട്ടോ. അമ്മ ഒരു 8:30 കഴിയുമ്പോഴത്തേനും പോകും. ആ സമയത്തേക്ക് വേണ്ടിയിട്ട് ചൂടാറിയിട്ട് പെട്ടെന്ന് കുടിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാപ്പി എടുത്ത് ഞാൻ ആറാനായിട്ട് മാറ്റി വെക്കും. ഞാൻ കാപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അല്ലു മാതും പെതിയെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവർക്കുള്ള ചായയും കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ സാമ്പാർ റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അമ്മ ഒരുങ്ങുന്നതിനിടയ്ക്ക് വന്ന് അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് സാമ്പാർ വേണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി മീൻകറിയും തോരനൊക്കെ ഉണ്ട്, അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പാറിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ ആ സാമ്പാറിലേക്കിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെ സാമ്പാറൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായി സാമ്പാറൊക്കെ വെച്ചിട്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ വയ്ക്കും, ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ചേട്ടൻ്റെ അമ്മ വയ്ക്കും. സാമ്പാറിനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കാറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഡലി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഡലി ചൂടോട് തന്നെ ചൂടൊക്കെ പോകാതിരിക്കാനായിട്ട് കാസറോളിനകത്തൊക്കെ ആക്കി വയ്ക്കുകയാണ്. ചില ദിവസം ഞാൻ ഇഡലി ഉണ്ടാക്കുമ്പോൾ ശരിയാവാറേ ഇല്ല. ഈ ഒരു തട്ടിൽ നിന്ന് ഇളകി വരാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക, അതുപോലെ തന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും വരാതെ കടിച്ച് പറിച്ച് പോലെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഇഡലി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മയമുള്ള ഇഡലിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റത്തില്ല, നല്ല സോഫ്റ്റ്, കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റാണ്. കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ ഇച്ചിരി കൂടെ കട്ടിയാകും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോഴത്തേന് ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാചകത്തിൻ്റെ ഒക്കെ ഇടയിൽ ഈ പിള്ളേരെ രണ്ടുപേരുടെയും പുറകെയും കൂടെ ഞാൻ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും നല്ല ചുമയും പനിയൊക്കെ ആയിരുന്നു. പനിയൊക്കെ കുറഞ്ഞു, പക്ഷേ നല്ല രീതിയിൽ ഇപ്പോഴും ചുമയുണ്ട് കേട്ടോ. അപ്പോൾ ചുമയ്ക്കുള്ള മരുന്നും കാര്യമൊക്കെ രാവിലെ കൊടുക്കണം. മരുന്ന് കഴിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ രണ്ടുപേരെയും പല്ലൊക്കെ തേപ്പിച്ച് കഴിപ്പിക്കാനായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പനിയും ചുമയാണെങ്കിൽ രണ്ടുപേരും ഏത് നേരവും വെയിലത്തായിരിക്കും. പ്രത്യേകിച്ച് ഈ പനിയൊക്കെ ഉള്ള സമയത്ത് വെയിലത്തുനിന്ന് കയറാറേ ഇല്ല. അങ്ങനെ ഇഡലി സാമ്പാറും ഒക്കെ എടുത്തുകൊണ്ട് അവരെ രണ്ടുപേരും കഴിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. മാധു ഈ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ ഇന്നലെ ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് പുളി പിച്ചാത്തിയൊക്കെ എടുത്തിട്ട് പച്ചക്കറിയൊക്കെ മുറിച്ച് സദ്യ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ചെറിയ രീതിയിലേ മുറിഞ്ഞിട്ടുള്ളൂ. ഉച്ച സമയമായതുകൊണ്ട് നല്ല അധികം ചോരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ വാരി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാധു തന്നെയാണ് കഴിക്കാറ്. ക്യാമറ ഓൺ ആയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ മാധു ഈ കഥയൊക്കെ ഇവിടെ നിന്ന് പറയുന്നത്. അപ്പം മാധു ഇത് പറയുമ്പം അവൻ്റെ കൈ പറഞ്ഞത് ഞാൻ എന്തോ ചെയ്തിട്ടാണെന്നുള്ള ഭാവത്തിൽ അല്ലു എന്നെ അടിക്കുകയും കടിച്ചു പറിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം മാധുവിൻ്റെ കൈ ഞാനാ മുറിച്ചേന്നാണ് അല്ലു വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരും ഇഡലി സാമ്പാറും ഒക്കെ കഴിപ്പിച്ചു. TV വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. ആ TV കണ്ടുകൊണ്ടാണ് രണ്ടുപേരും കഴിക്കുന്നതും. അങ്ങനെ കഴിക്കാൻ കൊടുത്തിട്ട് ആ വലിയ പരിപാടിയിലേക്ക് കിടന്നു. മരുന്ന് കൊടുപ്പ്. അങ്ങനെ മരുന്നും കൊടുത്തിട്ട് പിന്നെ അവരെ അങ്ങ് സ്വതന്ത്രരാക്കി വിട്ടു. പിന്നെ ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു ബ്രൂ കാപ്പി ഇല്ലേ, അത് ഞാൻ കുടിക്കാൻ ചെന്നപ്പോഴത്തേനും 6 തണുത്ത് പച്ചവെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ഫോണൊക്കെ എടുത്ത് വെളിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇതുപോലെ റീൽസിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കാപ്പി ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് വിഷ്ണുചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെളിയിൽ ഇരുന്ന് കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ അല്ലുക്കുട്ടി അകത്തിരുന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പോയി അകത്തിരുന്ന് കാപ്പി കുടിച്ചിട്ടും തീരുന്നില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു കാപ്പി. ഞാൻ ചൂടാക്കിയത് കൊണ്ട് തന്നെ ഊതി പെതിയാണ് കുടിക്കുന്നത്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പണിയെല്ലാം ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇഡലിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇഡലി സാമ്പാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെതി ഇഡലി സാമ്പാറൊക്കെ കഴിക്കുവാണേ. അങ്ങനെ കുറേ തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയിലൊക്കെ കഴിഞ്ഞ് വന്നപ്പം നല്ല രീതിയിൽ ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ പിള്ളേർ കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ മുറുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ മുറുക്കും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തുണിയിലൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര ക്ഷീണമായിരിക്കും. ഈ ഒരു ഗ്ലാസ് വെള്ളം മാത്രമല്ല കേട്ടോ, ഇതിനിടയ്ക്ക് ഒത്തിരി വെള്ളം ഞാൻ കുടിച്ചു. ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അതേപോലെ തന്നെ വിയർക്കുകയും ചെയ്യും.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വേഗം കുളിച്ചേട്ടോ. കുളിച്ചിട്ട് പിന്നെ ഉച്ചക്കത്തേക്ക് പിള്ളേർക്കുള്ള ചോറൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ ചോറ് എടുത്തപ്പോൾ തന്നെ അല്ലു അവിടുന്ന് രക്ഷപ്പെട്ടു. അവന് ചോറ് വേണ്ടാന്നും പറഞ്ഞ് അവനും കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിശപ്പൊന്നും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. ചോറ് കഴിച്ചിട്ട് കൊടുത്തിട്ട് കഴിച്ചേ ഇല്ല. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ അവർ ടൊമാറ്റോ മുറുക്ക് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും വിശപ്പൊന്നും ഇല്ലാത്തത്. മാതും കുറച്ച് ചോറ് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ കഴിക്കാനെടുത്തു. അപ്പോൾ തന്നെ സമയം ഏതാണ്ട് 2 മണിയൊക്കെ ആയി കേട്ടോ. അപ്പം ഞാൻ ചോറ് ആദ്യമേ കഴിക്കാൻ എടുത്തപ്പോഴേ അല്ലുക്കുട്ടി ഉറക്കി കിടത്തിയിട്ടാണ് എടുത്തത്. അപ്പോൾ ചോറ് എടുത്തപ്പോൾ തന്നെ അല്ലു ഉണർന്ന് എഴുന്നേറ്റു. പിന്നെ ആ ചോറ് അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് കറിയായിട്ട് പേരമ്മ കുറച്ച് ചക്ക വേവിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ സാമ്പാർ, പിന്നെ ചക്ക കൂഞ്ഞ് തോരനും, പിന്നെ തലേദിവസത്തെ മീൻകറിയായിരുന്നു കേട്ടോ. അങ്ങനെ ബേഷായിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് മുന്തിരിങ്ങ ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് കുറച്ച് അധികമായിട്ട് ഫ്രിഡ്ജിനകത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അഴുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ലതൊക്കെ നോക്കിയിട്ട് എടുത്തിങ്ങനെ കഴിക്കുകയാണ്. മക്കൾക്ക് കൊടുത്തില്ലായിരുന്നു കേട്ടോ. അവർക്ക് ചുമയും കാര്യമൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് കൊടുക്കാതെ ഞാൻ മാത്രമാണ് മുന്തിരിങ്ങ കഴിച്ചത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കഴിക്കാനായിട്ട് ബീഫ് റോസ്റ്റും ചീരത്തോരനും പപ്പടവും പിന്നെ കുറച്ച് ഇഞ്ചിക്കറി, നമ്മുടെ ഇരുമ്പമ്പുളിയും വെള്ളരിക്കയൊക്കെ ഇട്ട് വെച്ചിട്ടൊരു കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് വൈകിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു വാട്ടായി ഈറ്റിനിടെ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ എന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.